തീർച്ചയായിട്ടും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ നേതാവും നഷ്ടപ്പെടുന്നത് നഷ്ടം തന്നെയാണ്. VS പോലെ ദീർഘകാലം, അതായത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച കമ്മ്യൂണിസ്റ്റുകാരനാരെന്ന് വെച്ചാൽ അത് VS ആണ്. ഏറ്റവും കൂടുതൽ കാലം 91 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിട്ടുവരുന്നത്. പക്ഷേ വളരെ ചെറുപ്പം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകർഷണമാകുകയും തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വലിയൊരു നേതാവായി. അത് ജീവിതാവസാനം വരെയും തുടർന്നു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം വ്യത്യസ്ത സംഭാവനകളാണ് നമ്മുടെ സമൂഹത്തിന് നൽകിയത്. തീർച്ചയായിട്ടും അതെല്ലാം തന്നെ അനുഭവപാഠമാക്കേണ്ടതാണ്. അദ്ദേഹം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന നിലയിൽ, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ നൽകിയ സംഭാവനകൾ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിലും വലിയ സംഭാവനയാണ് അദ്ദേഹം നൽകിയത്. പ്രത്യേകിച്ചും തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ VS കുറിച്ചുള്ള മെമ്മറിയിൽ ആളുകൾ എപ്പോഴും പറയുന്ന ഒന്ന്, അദ്ദേഹം എപ്പോഴും പാർട്ടിയെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ, പലപ്പോഴും പാർട്ടിയെ തിരുത്താൻ പോലും ഇടപെട്ടിരുന്ന ഒരാളെന്ന നിലയ്ക്കാണ്. ആ നിലയ്ക്കുള്ള ഒരു ഫോഴ്സ് നഷ്ടപ്പെട്ടു എന്നുള്ള ഫീൽ വ്യക്തിപരമായുണ്ട്. അങ്ങനെ പിന്നെ EMS സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ട്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഓരോരുത്തരും വഴികാട്ടികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള ആളുകളെല്ലാം വഴികാട്ടികളായിട്ട് മാറണം. ആ അർത്ഥത്തിൽ VS വലിയ ഒരു വഴികാട്ടിയായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെയുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ അനുഭവമൊക്കെ തന്നെ പിൻതലമുറ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒരു നേതാവ് ൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് വരും തലമുറയ്ക്ക് വഴികാട്ടിയായി മാറുക. ആ കാര്യത്തിൽ VS മാതൃകയായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് 2 പ്രാവശ്യം, അതുപോലെ മുഖ്യമന്ത്രി. ഈ സന്ദർഭത്തിലെല്ലാം തന്നെ കേരളത്തിലെ വ്യത്യസ്ത മേഖലയിൽ നൽകിയ സംഭാവനകൾ. ആ സന്ദർഭത്തിലെല്ലാം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഭാഗ്യം. അതായത് 2001 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് പ്രതിപക്ഷ ചീഫ് വിപ്പായിരുന്നു അസംബ്ലി. 2006 അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം അന്ന് നിയമസഭ സ്പീക്കറായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അങ്ങനെ 2011 അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി. അതെല്ലാം വലിയ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഭാവിയിൽ നമ്മുടെ മുതൽക്കൂട്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഏറ്റെടുക്കേണ്ടത്. നല്ലൊരു സമൂഹം, അല്ലെങ്കിൽ സമത്വാധിഷ്ഠിതമായിട്ടൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ VS ഓർമ്മ നമുക്ക് വഴികാട്ടിയായി ഉണ്ടാകും. VS വേർപാടിൽ ദുഃഖവും അനുശോചനവും. താങ്ക് യു കോമ്രേഡ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും വിടവാങ്ങുമ്പോൾ വഴികാട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് പൊതുവെ പറയും. VS അച്യുതാനന്ദനും CPIM എന്ന പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശരിയായ വഴിയിൽ നടത്താൻ പ്രയത്നിച്ച ഒരാളാണ്. അദ്ദേഹം ശരിയായ വഴിയിൽ കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ പിൻപറ്റുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പിൻതലമുറയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നുകൂടിയാണ് ശ്രീ K രാധാകൃഷ്ണൻ മുൻ മന്ത്രി MP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതാണ് VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മയിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഒന്ന്. കേവലമായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന അപ്പുറത്തേക്ക് അദ്ദേഹം എന്തുമാത്രം ഒരു ചേഞ്ച് ഫോഴ്സ് ആയിരുന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് വരുന്ന നിൽക്കുന്നുണ്ട്. ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി ആളുകൾ വലിയ സ്വീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ്, ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ്. വലിയ വിഭാഗം ജനങ്ങൾ ആ പാർട്ടിയെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ, അതിൽ പിഴച്ചു പോകുമ്പോഴെല്ലാം അതിനെ നിർവഴി കാണിക്കാൻ കഴിയുമായിരുന്ന ഒരു നേതാവ് അന്ന് നിലയ്ക്കുള്ള ഒരു ആശാഗോപുരമായിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ എടുത്തിട്ടുള്ളത്. കേവലമായ ഒരു ലീഡർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മാത്രം നേതാവ് എന്ന നിലയ്ക്കല്ല. വലിയ ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും പാർട്ടിക്കൊരു ഭ്രംശം ഉണ്ടാകുമ്പോൾ അതിലേക്ക് അതിനെ വീണ്ടും വലിച്ചടിപ്പിക്കാൻ പണിയെടുത്ത ഒരു നേതാവ്, അതിനോട് സന്ധിയില്ലാതെ സംസാരിച്ച ഒരു നേതാവ് എന്ന സവിശേഷത VS ഉണ്ടായിരുന്നു. ആ VS മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്നതാണ് പ്രധാനമായും ആളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. വലിയ തോതിൽ ആൾക്കൂട്ടം ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഗവർണർ